പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും രഹസ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പാലക്കാട് നഗരസഭ 36-ാം വാർഡിലെ കുടുംബശ്രീ വാർഷിക പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. രാഹുൽ ഷാഫി പക്ഷക്കാരനായ മൻസൂർ മണലാഞ്ചേരിയാണ് വാർഡ് കൗൺസിലർ. രാഹുലിന്റെ വരവ് രഹസ്യമാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പൊതുപരിപാടിയിലേക്കൊക്കെ കോൺഗ്രസ് പങ്കെടുപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് രാഹുലിനെ പാലക്കാട് കോൺഗ്രസുകാർ ചേർത്ത് നിർത്തുന്നത്? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും പാലക്കാട്ടെ പല പരിപാടികളിലും കോൺഗ്രസുകാർ രാഹുലിനെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. വീണ്ടും ഒരു രഹസ്യമായിട്ട് ഒരു പൊതുപരിപാടിയിലേക്ക് രാഹുലിനെ പങ്കെടുപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു ബാംഗ്ലൂരിലേക്കുള്ള ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി രാഹുലിനെ രഹസ്യമായി കൊണ്ടുവന്ന് രാത്രി ഒരു 9 മണിയോടുകൂടെ മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സമാന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളെയോ മറ്റോ ഒന്നും അറിയിക്കാതെ ഒരു പൊതുപരിപാടിയിലാണ് ഇപ്പോൾ വീണ്ടും രാഹുലിനെ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിലെ കുടുംബശ്രീ വാർഷിക ആഘോഷ പരിപാടി, അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. ഈ രാഹുൽ ഷാഫി പക്ഷക്കാരനായ മൻസൂർ മണലാഞ്ചേരിയാണ് ഈ വാർഡിലെ കൗൺസിലർ. രാഹുൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെ വളരെ രഹസ്യമായി സൂക്ഷിച്ച് പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ പാലക്കാട് നഗരസഭയിലെ 4 മറ്റ് UDF കൗൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. രാഹുലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസ് ഒരു വശത്ത് പറയുന്നു രാഹുലിനെ പുറത്താക്കി, കോൺഗ്രസുകാരനല്ല രാഹുൽ എന്നൊക്കെ പറയുമ്പോഴും പലയിടത്തും രാഹുലിനെ ഇത്തരത്തിൽ രഹസ്യമായി പാലക്കാട് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വീണ്ടും സജീവമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് കോൺഗ്രസുകാർ തന്നെ കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.